الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وقال الله تعالى في كتابه العزيز وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس وقال رسول الله صلى الله عليه وسلم فعليكم بسنتي وسنة خلفائه الراشدين المهديين إلى آخر الحديث. ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദയൂബന്ദി മദ്യനിലപാട് എന്നതിനെക്കുറിച്ചാണ്. ഏറ്റവും ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ദയൂബന്ദി മസ്ലക് അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സാധാരണ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ആ പ്രസ്ഥാനം തന്നെയാണ്. ഇത് 150 വർഷം മുമ്പ് മാത്രം ഉദയം ചെയ്ത ഒരു പുതിയ പ്രസ്ഥാനത്തിൻ്റെ പേരല്ല, മറിച്ച് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന അതിനെ തന്നെ കൃത്യമായ രൂപത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന, അതിൻ്റെ മുഴുവൻ ആശയങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു അനുഗ്രഹീത ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദയൂബന്ദ് ദാറുൽ ഉലൂം എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പുതുതായി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് തോന്നാൻ പാടില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായി കടന്നു വരുന്നതാണ്, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പണ്ട് മുതലേ കേൾക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ ആ ഒരു സുന്നത്തിൻ്റെ അനുധാവനം ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ദയൂബന്ദി മസ്ലക് അല്ലെങ്കിൽ ദയൂബന്ദികൾ എന്ന് പ്രത്യേകിച്ച് ഷാ വലിയുല്ലാഹി ദഹ്ലവി പാരമ്പര്യത്തിലുള്ള ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം വരും. ഇതിനെക്കുറിച്ച് ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന വളരെ സൂഫി വര്യനായ മൗലാന അബ്ദുൽ ഖുഫാർ സാഹിബ് പറയുന്നുണ്ട്, ഏതൊരു വസ്തുവിലും അതിൽ മായം കലരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ശുദ്ധമായ ആ ഒരു വസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ സ്വാഭാവികമായിട്ടും കുറച്ച് വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അദ്ദേഹം ഒരു എണ്ണയെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കതിനെ പാലിലേക്ക് പറയാം. ആദ്യ കാലഘട്ടത്തിൽ ഒരു പാൽ വീട്ടുകാർ നമ്മളോട് പാല് വാങ്ങി വരണമെന്ന് പറയും. പക്ഷെ പാലിൽ മായം കലരാൻ തുടങ്ങുമ്പോൾ പിന്നീട് നമ്മൾ ഇന്ന് കേട്ട് പരിചയമുള്ള ആ മിൽമ പാല് തന്നെ വാങ്ങണമെന്ന് സാധാരണ പറയാറുണ്ട്. പിന്നെ മിൽമ പാലിൽ തന്നെ പലതും വന്നപ്പോൾ കൊഴുപ്പുള്ള ശുദ്ധമായ മിൽമ തന്നെ വാങ്ങണം എന്ന് പരിചയപ്പെടുത്തുന്നത് പോലെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത് അത് തന്നെയാണെങ്കിലും ആ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ ലോകത്തേക്ക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നതും മുമ്പ് കടന്നുപോയിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് എന്ന് അവർ തങ്ങളുടെ വാദമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പറയുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ വ്യതിരിക്തമായി ഒരു മിതത്വമായ ഒരു നിലപാട്, അത് ദയൂബന്ദി മസ്ലക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏവർക്കും മനസ്സിലാകാൻ ശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തനതായ അതേ ആ ശൈലിയിൽ ഇന്ന് നിലകൊള്ളുന്ന ഏക ഒരു പ്രസ്ഥാനം അത് ദയൂബന്ദി മസ്ലക്കാണ് എന്നതിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് ദയൂബന്ദി മസ്ലക്ക് എന്ന് എടുത്തു പറയുന്നത് എന്ന് മഹാനായ അബ്ദുൽ ഖുഫാർ സാഹിബ് പറയുന്നത്. അഥവാ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ പറയേണ്ടി വരുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തന്നെയാണ്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തത്വങ്ങൾ, ചതുർ പ്രമാണങ്ങൾ, അത് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഈ നാലും തന്നെയാണ് ദയൂബന്ദ് ദാറുൽ ഉലൂമിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ളത്.
പക്ഷേ ഇതിൽ ഓരോന്നിലും ഈ പറയപ്പെടുന്ന 4 ചതുർ പ്രമാണങ്ങളിൽ അതിൽ നിന്ന് ആരൊക്കെയാണോ വേണ്ട രൂപത്തിൽ സ്വീകരിക്കുകയും അതിൽ മായം കലർത്തുകയും ചെയ്തു, അതിൻ്റെ പേരിലാണ് അവർ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ എല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ എല്ലാവരും മിതത്വമായ രൂപം സ്വീകരിച്ചിട്ടുള്ളത് ദൈവബന്ദ് ദാറുൽ ഉലൂമാണ്. അതുകൊണ്ട് ഈ 4 ചതുർ പ്രമാണങ്ങൾ അതിന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ ആദ്യത്തെ 2 അത് ഖുർആനും ഹദീസും എന്നുള്ളത് അത് തശ്രീഇയായ ഒരു ഉസൂൽ പ്രാമാണിക തെളിവുകളാണ്, ഖുർആനും ഹദീസും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും മൻസൂസായ കാര്യങ്ങളാണ്, കൃത്യമായി പ്രവാചക അള്ളാഹുവിൽ നിന്നും അവൻ്റെ റസൂലിൽ നിന്നും വന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം സ്ഥിരപ്പെടുവാൻ വേണ്ടി റിവായത്തിൻ്റെയും നഖലിൻ്റെയും റിവായത്തിൻ്റെയും ആവശ്യം, സനദിൻ്റെയും ആവശ്യമായി വരും. രണ്ടാമത് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഇജ്മാഉം അതുപോലെ തന്നെ ഖിയാസും എന്നുള്ളത് അത് ഫുറൂഇയായ ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. ദൈവബന്ദി മസ്ലക്ക് അഥവാ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ 4 ചതുർ പ്രമാണങ്ങളെ അതിന് കൃത്യമായി ആരൊക്കെയാണ് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ളത്, ആരൊക്കെയാണ് അതിനെ ഉൾക്കൊള്ളാത്തത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവബന്ദ് മസ്ലക്ക്, ആരാണ് ദൈവബന്ദികൾ എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ അതിനെ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ അതിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ദീനീപരമായ നിലയിൽ അവർ മുസ്ലിമീങ്ങളാണ്, അത് വിശ്വാസപരമായ നിലയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അതേപോലെ തന്നെ കർമ്മപരമായ രൂപത്തിൽ നാം ദൈവബന്ദികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിഖ് അഥവാ എല്ലാവരും അംഗീകരിക്കുന്ന 4 ഫിഖ്ഹി മാർഗങ്ങളുണ്ട്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്. അതിൽ ഹനഫി മദ്ഹബിനെ വളരെ ശക്തമായ രൂപത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗമാണ്. ഇതേപോലെ തന്നെ തരീഖത്തിൻ്റെ ഇത് ബാഹ്യമായ അറിവുകളാണ്, എന്നാൽ ഹൃദയത്തിൽ ആന്തരികമായ ബാത്തിനിയായ വിഷയത്തിൽ, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തസ്കിയത്തുൽ ഖുലൂബിൻ്റെ വിഷയത്തിൽ അത് സൂഫി പാരമ്പര്യത്തെ, ഹൃദയത്തിൻ്റെ വിമലീകരണം, ഹൃദയത്തിൽ പാപപങ്കിലമായ മനസ്സിനെ അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി ആ ഇഹ്സാൻ്റെ മാർഗത്തിലുള്ള സൂഫിയാക്കളുടെ മാർഗത്തെ സ്വീകരിക്കുന്നവരും കൂടിയാണ്. ഇതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയും അതുപോലെ തന്നെ നാമങ്ങളുടെ വിശദീകരണത്തെ വിഷയത്തിൽ അഥവാ ഇൽമുൽ കലാമിൻ്റെ വിഷയത്തിൽ മുൻഗാമികളായ സലഫുകളുടെയും അതുപോലെ തന്നെ പിൻഗാമികൾ മുഅ്തസിലിയാക്കൾ പോലുള്ളതായ വിമർശകർക്ക് വേണ്ടി മറുപടി കൊടുക്കാൻ വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള മാതുരീദി, അതുപോലെ തന്നെ അശ്അരി മദ്ഹബിൻ്റെ ആൾക്കാർ, അഥവാ ഇൽമുൽ കലാമിൻ്റെ വിഷയത്തിൽ അത് മാതുരീദിയും അതുപോലെ തന്നെ അശ്അരിയുമാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായിട്ടുള്ള ഇതിന് 3നെയും കൂടി ഒരുമിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ദാറുൽ ഉലൂമിൻ്റെ സിലബസിൽ, അത് ഇവിടെ തന്നെ പറയാണ്, ദാറുൽ ഉലൂമിൻ്റെ സിലബസിൽ നാം നോക്കുകയാണെങ്കിൽ സലഫുകളുടെ അഖീദയെ കൃത്യമായി വിശദീകരിക്കുന്ന അഖീദത്തു തഹാവി അവിടെ പഠിപ്പിക്കപ്പെടുന്നു. ഇതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളത് മാതുരീദി മദ്ഹബ്, ആ മദ്ഹബുകാരനായിട്ടുള്ള ഷറഅഖായിദ് നസഫിയുടെ അതിൻ്റെ മത്തിനെ എഴുതിയിട്ടുള്ളത് മാതുരീദി മദ്ഹബിൻ്റെ പണ്ഡിതനാണ്. ഇതേപോലെ തന്നെ അതിൻ്റെ ഷറഹ് എഴുതിയിട്ടുള്ള തഫ്താസാനി അത് അശ്അരി മദ്ഹബാണ്. എന്നിട്ട് കാരി തയ്യിബ് സാഹിബ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇതിൽ കൂടി തന്നെ ഇൽമുൽ കലാമിൻ്റെ വിഷയത്തിൽ ദൈവബന്ദ് ദാറുൽ ഉലൂമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് മുൻഗാമികളുടെ ആ ഏറ്റവും സുരക്ഷിതത്വമായ ആ ഒരു തഫ്വീലിൻ്റെ മാർഗത്തെ പൂർണ്ണമായി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വിമർശകർക്ക് കൃത്യമായി മറുപടി കൊടുക്കുവാൻ വേണ്ടി മാതുരീദി അതുപോലെ തന്നെ അശ്അരി മദ്ഹബിനെയും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. ഇതേപോലെ തന്നെ ശേഷം സുലൂക്കിൻ്റെ വഴിയിൽ, ആത്മീയ വഴിയിൽ പല വഴികളുണ്ട്. അതിൽ 4 തരീഖത്തിൻ്റെ 4 വഴികളെയും സ്വീകരിക്കുന്ന ഒരു സമ്മിശ്രമായ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു മദ്ഹബാണ്. അതേപോലെ തന്നെ അതിൻ്റെ ചിന്താധാര എന്താണെന്ന് ചോദിച്ചാൽ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ആ ചിന്താധാരയാണ് ഈ ദാറുൽ ഉലൂം അതുപോലെ തന്നെ അതിനെ അംഗീകരിക്കുകയും അതിനെ തുടർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത്. ഇതേപോലെ ആദർശപരമായ രൂപത്തിൽ ഉസൂലിയായ വിഷയങ്ങളിൽ അത് ഖാസിമിയാണ്. ഖാസിം നാനതവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഫുറൂഇയായിട്ടുള്ള അഥവാ
ഫിഖ്ഹ് പരമായിട്ടുള്ളത് അത് റഷീദിയാണ്. റഷീദ് അഹമ്മദ് ഗംഗോയി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റേതാണ്. പാരമ്പര്യമായി ചുരുക്കത്തിൽ അത് ദയ്യൂബന്ദി മസ്ലക്കാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമാണ്, ദീനീപരമായ രീതിയിൽ മുസ്ലിമും, വിശ്വാസപരമായ രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും, മദ്ഹബ് പരമായി ഹനഫി മദ്ഹബും, അതുപോലെ തന്നെ സുലൂക്കിൻ്റെ മാർഗത്തിൽ തസവ്വുഫിനെ അംഗീകരിക്കുന്നവരും, അതുപോലെ തന്നെ ഇൽമുൽ കലാമിൻ്റെ വിഷയത്തിൽ ഈ അംഗീകൃതമായിട്ടുള്ള മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മദ്ഹബിനെ സ്വീകരിക്കുകയും ആത്മീയ വഴിയിൽ എല്ലാ തരത്തിലുള്ള 4 തരീഖത്തിൻ്റെ വഴികളെയും സ്വീകരിച്ച് അതിനെ കാസിമി ഷാഹ് വലിയുല്ലാഹി ചിന്താധാരയിൽ കൂടി അതിനെ അതുപോലെ തന്നെ ഖാസിം നാനോത്തവി റഹ്മത്തുള്ളാഹി വിശദീകരിച്ച ആ വിശദീകരണത്തിൽ കൂടി റഷീദ് അഹമ്മദ് ഗംഗോയി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തന്ന ആ തത്വങ്ങളിൽ കൂടി ആ പാരമ്പര്യത്തിൽ നിലകൊള്ളുന്നവരാണ് ദയ്യൂബന്ദി മസ്ലക്ക് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മറ്റുള്ള ആൾക്കാർ, പ്രസ്ഥാനക്കാർ, അവരെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നവരാണ്. നേർക്ക് നേരെ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് നമ്മൾ പറയുന്ന ഓരോ വിശ്വാസികളും അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനക്കാരും ഈ ദാറുൽ ഉലൂമുമായി മാറുകയും അവരിൽ നിന്നതെല്ലാം വ്യതിരിക്തമായ ഒരു മധ്യമ നിലപാട് അതെവിടെയാണ്, അത് ഏത് പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ഈ 4 പറയപ്പെടുന്ന ചതുർപ്രമാണങ്ങളെയും കൃത്യമായ രൂപത്തിൽ ഫോളോ ചെയ്യുന്നവരാണ് നമ്മളുടെ ബറേലികൾ. ഉത്തരേന്ത്യയിൽ അതിന് ബറേലി എന്ന് പറയുന്നു. നമ്മളുടെ കേരളത്തിൽ സമസ്തയാകട്ടെ, AP സുന്നിയാകട്ടെ, മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും അവർ നോക്കുന്ന സമയത്ത് അവർ ഖുർആനിനെ അംഗീകരിക്കുന്നവരാണ്. അതേപോലെ തന്നെ സുന്നത്തിനെയും അനുധാവനം ചെയ്യുന്നവരാണ്. ഖിയാസിനെ ഇജ്മാഇനെ അംഗീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഖിയാസിനെയും ഇതിനെ സ്വീകരിക്കുന്നവരാണ്. അതേപോലെ തന്നെ അവർ മുജദ്ദിദ് അൽ ഫസാനിയെ അംഗീകരിക്കുന്നവരാണ്. ഷാഹ് അബ്ദുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി വരെയൊക്കെ അംഗീകരിക്കുന്നവർ. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ഇന്നത്തെ ഈ പറയുന്ന ബറേലികൾ ദയ്യൂബന്ദി മസ്ലക്കിനെ കാഫിറാണെന്നും കുഫറിൻ്റെ കേന്ദ്രമാണെന്നും പറയുന്നു? എങ്ങനെയാണ് ഇവർ ഈ രീതിയിൽ വ്യത്യസ്തപ്പെടുന്നത് എന്നതിനെ കൃത്യമായി നാം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിൽ നമ്മളുടെ ലുധിയാനബി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ നമ്മൾ പാലമ്പൂരി സയ്യിദ് അഹമ്മദ് പാലമ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹി എവിടുന്നാണ് അവർ തെറ്റുന്നത് എന്നതിന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അഥവാ നമുക്കെന്നും പരിചിതമായിട്ടുള്ള ഇവിടുത്തെ ഈ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ വ്യതിരക്തമാകുന്ന പോയിന്റുകൾ അത് 4 ഇതുണ്ട്. അത് ഏറ്റവും ഒന്നാമത്തെ പോയിന്റ്, ഇവിടെ ഹുബ്ബെ റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ഹുബ്ബെ ഔലിയാക്കളുടേതായ സ്നേഹം എന്നുള്ളത്. നമ്മളും അവരും എല്ലാവരും അള്ളാഹു പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഔലിയാക്കളെ അവരെല്ലാവരും നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന ബറേലി വിഭാഗങ്ങൾ അവർ ഈ ഹുബ്ബെ റസൂലിൽ ഉലു അഥവാ അമിതം കാണിക്കുന്നു, മുബാലഗ കാണിക്കുന്നു, അതിശയോക്തി കാണിക്കുകയാണ്. അതേപോലെ തന്നെ ഔലിയാക്കളുടെ വിഷയത്തിലും അവർ ഉലുവും അതേപോലെ തന്നെ അമിതവും കാണിക്കുന്നു. എന്നാൽ ദയ്യൂബന്ദ് ദാറുൽ ഉലൂം എന്നുള്ളത് അതിൽ കൃത്യമായ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അതിൽ ഇഅ്തിദാലായ, അത് മിതത്വമാണ് ദാറുൽ ഉലൂം ദയ്യൂബന്ദ് സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് കൊടുക്കേണ്ടതായ സ്ഥാനം അവർ കൃത്യമായി ദയ്യൂബന്ദിലെ പണ്ഡിതന്മാർ, ദയ്യൂബന്ദ് ദാറുൽ ഉലൂം അതിന് കൃത്യമായി ദയ്യൂബന്ദ് മസ്ലക്കിന് കൃത്യമായി അവർ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏത് വിഷയത്തിലാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്? ഈ ഹുബ്ബെ റസൂലിൻ്റെ വിഷയത്തിലാണ്. ഈ ഹുബ്ബെ റസൂലിൻ്റെ വിഷയത്തിൽ അതിന് 4 രൂപത്തിലാണ് അതിൽ വ്യത്യാസം വരുന്നത്. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ബറേലികളായ ആൾക്കാർ പറയുന്നു അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നൂറാണ്, ബശറല്ല എന്ന വിഷയത്തിൽ ഏറ്റവും ആദ്യം അവർ അഭിപ്രായ വ്യത്യാസപ്പെട്ടിട്ടുള്ളത് ദയ്യൂബന്ദ് ദാറുൽ ഉലൂമുമായിട്ട് അഭിപ്രായ വ്യത്യാസപ്പെട്ടു. അവർ പറയുന്നു ഖദ് ജാഅകും മിനല്ലാഹി നൂർ വ കിതാബും മുബീൻ. കൃത്യമായിട്ട് അള്ളാഹു പ്രവാചകനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നൂറ്, പ്രകാശം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനല്ല, മറിച്ച് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശമാണ്. അതുകൊണ്ട് പ്രവാചകനെ ദയ്യൂബന്ദി മസ്ലക്കിൻ്റെ ആൾക്കാർ സാധാ മനുഷ്യനാക്കി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കാഫിറാണ് എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ധാരാളം ഖുർആനിക സൂക്തങ്ങൾ കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ,
വിശുദ്ധ ഖുർആനിൽ ധാരാളമായി അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ യഹൂദികൾ നസാറാക്കൾ എന്നിൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ അമിതം കാണിച്ചതുപോലെ നിങ്ങൾ എൻ്റെ വിഷയത്തിൽ അമിതം കാണിക്കാൻ വേണ്ടി പാടില്ല. ഫഖൂലു, നിങ്ങൾ പറയൂ, അബ്ദുല്ലാഹു വറസൂലു, അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ ദൂതനുമാണെന്ന് നിങ്ങൾ പറയണം. ഇതേപോലെ ധാരാളം മറ്റൊരു ബുഖാരിയുടെ ഹദീസിൽ പറയുന്നു, ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമാണ്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകന് പിഴവ് വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ തെറ്റുകൾ വരുത്തുന്നു, പിഴവും വരുത്തുന്നു, അതുപോലെ ശരിയും വരുത്തുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ മനുഷ്യനായി മനസ്സിലാക്കണം. അഥവാ നമ്മൾ പറയുന്നു ദൈവബന്ധി മസല ഒരു മുഅ്തദിലായ രൂപമാണ് സ്വീകരിച്ചുള്ളത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനുഷികമായ പരിഗണനയിൽ, ശരീരമായ അല്ലെങ്കിൽ മാനുഷികമായ പരിഗണനയിൽ സാധാ മനുഷ്യനാണ്. എന്നാൽ അതിൽ ആ വഹി എന്നുള്ള ആ ഒരു ഏറ്റവും വലിയൊരു പ്രാധാന്യം നിഅമത്ത് ലഭിക്കുന്നതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ എന്നല്ല മുഴുവൻ പ്രവാചകന്മാരുടെ നേതാവായി മാറുന്നു. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രകാശമല്ല, അത് മനുഷ്യൻ തന്നെയാണ്. അവരത് പറയാനുള്ള കാരണം, അവർ പറയുന്നു അല്ലാഹു നൂറു സമാവാതി വൽ, അല്ലാഹു പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകാശത്തിൻ്റെ പോലെ തന്നെ അതിൻ്റെ ഒരു ഭാവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖദ് ജാഅകും മിനല്ലാഹി നൂറു വ കിതാബും മുബീൻ. ഒന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബശറാണോ നൂറാണോ എന്ന വിഷയത്തിലാണ്. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഥവാ ദൈവബന്ധി മസലക്ക് പറയുന്നു, ശാരീരികമായ പരിഗണനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. പ്രവാചകത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആ അവസ്ഥയുടെ പേരിൽ അഷ്റഫുൽ മഖ്ലൂഖാത്തിൻ്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ അമ്പിയാക്കളുടെ നേതാവാണ് എന്നുള്ളതാണ്. ഈ ഒരു ഒന്നാമത്തെ വിഷയത്തിൽ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇൽമുൽ ഗൈബ് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് പൂർണ്ണമായ രൂപത്തിലുണ്ട്. കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമാണ്. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഇൽമുൽ ഗൈബ്, അള്ളാഹുവിന് ഇൽമുൽ ഗൈബ് ഏതുപോലെയുണ്ടോ അഥവാ അതേ അളവിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതും അതേ ഇൽമുൽ ഗൈബിൻ്റെ ഉടയ വ്യക്തിയാണ്. ആലിമുൽ ഗൈബ് എന്ന് പറയാൻ സാധിക്കുന്നതാണ്. ഷഹാദത്തായ അത് ബാഹ്യമായ കാര്യങ്ങളും അതേപോലെ മറഞ്ഞ കാര്യങ്ങളും ഒരേപോലെ ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നോ അതേ രൂപത്തിൽ തന്നെ അത് പറയപ്പെടുന്ന ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അറിയുന്നു. എങ്കിലും ചെറിയൊരു വ്യത്യാസം അവർ വരുത്തുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വ്യാഖ്യാനം നടത്തുന്നുണ്ട്. അവർ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതായത് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരേപോലെയാണ്. എത്ര കാര്യമാണോ അള്ളാഹു അറിയുന്നത് അത് തന്നെ പ്രവാചകനും അറിയും. പക്ഷെ അതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ അറിവ് അത് ദാത്തിയായ അറിവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവ് അത് അത്വാഇയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു പേരിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ അവരെ കാഫിറാക്കാത്തത്. കാരണം നമുക്കറിയാവുന്നതാണ് അള്ളാഹുവിൻ്റെ സിഫത്താണ് ഇൽമ് എന്നുള്ളത്. അപ്പോൾ സിഫാത്തിയായ അള്ളാഹുവിൻ്റെ ഇൽമിൽ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ ദാത്തിൽ ആർക്കും തശ്ബീഹ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ നമ്മൾ കാഫിർ എന്ന് പറയാത്തത് എന്തിൻ്റെ പേരിലാണ്? കാരണം ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പറയാണ്, കുൽ ആകാശഭൂമികളിൽ ഒരു കാര്യവും ഇൽമുൽ ഗൈബ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നും തന്നെ ആരും തന്നെ അറിയുകയില്ല. വ ഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഇൽമുൽ ഗൈബ് ഒന്നും തന്നെ അറിയില്ല. ഇങ്ങനെയുള്ള വ്യക്തമായ ഖുർആനിക സൂക്തങ്ങൾക്കെതിരാണ് ഇന്നത്തെ ബറേലികൾ, ഇന്നത്തെ സുന്നികൾ അത് കൃത്യമായിട്ട് അതിനെതിരാ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനെ ഗണ്ണിക്കുന്നതിൻ്റെ പേരിൽ, നിരാകരിക്കുന്നതിൻ്റെ പേരിൽ അവർ കാഫിരീങ്ങളാകേണ്ടതാണ്. പക്ഷേ നമ്മളുടെ മുഫ്തി സഈദ് അഹ്മദ് പാലബൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്തുകൊണ്ട് ദൈവബന്ധികൾ അവരെ കാഫിറാക്കുന്നില്ല? ഒന്നാമത്തെ ദൈവബന്ധികൾ അങ്ങനെ ആരെയും കാഫിറാക്കുന്ന ഒരു രീതിയില്ല. മിതത്വവാദത്തിൻ്റെ വിശാലമായ ആശയക്കാരായതുകൊണ്ട് ഒരാളെയും കാഫിറാക്കുകയോ മോശമാക്കുകയോ തക്ഫീറിൻ്റെയോ ലഅനത്തിൻ്റെയോ പദങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല. എങ്കിലും ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ ഇൽമ് ദാത്തിയും പ്രവാചകന് നൽകപ്പെട്ടതായ ഇൽമ് അത്വാഇയാണ്. ആ ഒരു വ്യാഖ്യാനത്തിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ അവരെ കാഫിറാക്കാത്തത്. അപ്പോൾ രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കേണ്ട അവരും തമ്മിൽ വ്യത്യാസം ഈ ഇൽമുൽ ഗൈബിൻ്റെ വിഷയത്തിലാണ്. അഥവാ അവർ പ്രവാചകൻ അള്ളാഹു അറിയുന്നത് പോലെ തന്നെ എന്നിട്ട് അവർ വ്യാഖ്യാനിക്കും ഈ പറയുന്ന ഇൽമുൽ ഗൈബ് അത് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയതാണ്.
പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല താൻ അറിയുന്ന മുഴുവൻ കാര്യങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിന് എന്തിനാണ് അതിൽ നമുക്ക് അസൂയ എന്തിനാണ്? അല്ലാഹു അറിയുന്ന മുഴുവൻ കാര്യങ്ങളും അവൻ്റെ ഇഷ്ടപ്പെട്ട റസൂലിനെ അറിയിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് അത് അതാഹി എന്നുള്ള ആ ഒരു രീതിയിലാണ് അവർ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ ഒരു രണ്ടാമത്തെ മസ്അലയിൽ നിന്ന് തന്നെയാണ് മൂന്നാമത്തെ ഒരു വിഷയം ഹാളിറും നാളിറുമാണ് എന്ന വിഷയത്തിൽ പറയാൻ കാരണം. ഇൽമുൽ ഗൈബ് അത് എല്ലാ ജ്ഞാനങ്ങളും കൃത്യമായി അറിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എല്ലാ ഈ നടക്കുന്ന ഓരോ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഹാളിറുമായിരിക്കണം, നാളിറുമായിരിക്കണം. അഥവാ കൃത്യമായി അത് ആ സമയത്ത് സന്നിഹിതനായിരിക്കണം, അതേപോലെ തന്നെ അത് കാണുകയും ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബറേലികൾ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളിലും ഹാളിറുമാണ്, നാളിറുമാണ്. പക്ഷെ ദൈവബന്ധി മസ്ലക്ക് കൃത്യമായിട്ട് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആല ഐന വഹുവ മഅകും ഐനമാ കുന്തും, ഈ എല്ലാ സ്ഥലത്തും ഹാളിറും നാളിറും ആകുന്നവൻ അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വിശേഷണം ഒരിക്കലും സൃഷ്ടികളായ അതെത്ര തന്നെ ഉയർന്ന രൂപത്തിലുള്ള ഇൽമ് അറിവ് അല്ലാഹു അറിയിച്ചു കൊടുത്ത ഖിയാമത്ത് നാളിനെ കുറിച്ചും അല്ലാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ അവരെല്ലാം അത് കൃത്യമായി തന്നെ അത് പ്രവാചകനെ അറിയുമെങ്കിലും അതെല്ലാം തന്നെ അല്ലാഹു അറിയിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ്. എപ്പം വേണമെങ്കിൽ അതിനെ തിരിച്ചെടുക്കാം. ഇവർ പൂർണ്ണമായിട്ടും അല്ലാഹു ഏതൊക്കെ അറിയുന്നു. നമ്മൾ പറയുന്നു നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പറയുന്നു അല്ലാഹു എന്തൊക്കെയാണോ അറിയിച്ചു കൊടുത്തത് അത് മാത്രമേ അറിയുകയുള്ളൂ, അതിനപ്പുറം ഒന്നും തന്നെ അറിയത്തില്ല. പക്ഷെ അവർ പറയുന്നു അല്ല, അല്ലാഹു അറിയുന്ന മുഴുവനും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായി അറിയുന്നു. പക്ഷെ ആ അറിവിൻ്റെ ഒരു വന്ന വഴിയിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നാണ്. അങ്ങനെ അവർ ഉലുവും മുബാലഗയും കാണിക്കുന്നു. ദൈവബന്ധ് ദാറുലും ഒരു മിതത്വമായ ഇഅ്തിദാലി ഒരു വശമാണ് അത് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ മസ്അലയിൽ നിന്ന് തന്നെയാണ് നാലാമത്തെ രൂപത്തിൽ മുഖ്താറെ കുൽ, പൂർണ്ണമായിട്ടും എല്ലാത്തിനും അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പറയും. ഈ അല്ലാഹു സുബ്ഹാനഹു തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിൻ്റെ മേൽ കഴിവുള്ളവനാണ്. ഇതേപോലെ അവർ വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അതേ കഴിവ് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. ഇതേപോലെ ഔലിയാക്കളും മുഴുവൻ കാര്യങ്ങളും എന്താക്കുന്നു അറിയുന്നു എന്നുള്ളതാണ്. അതായത് അറിയുന്നില്ല, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നായി മുഖ്താറെ കുല്ലാണ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു തആല അത് അവൻ്റെ പ്രവാചകന് ചില സമയങ്ങളിൽ മുഅ്ജിസത്ത് എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യത്തിൻ്റെ സഹജമല്ലാത്ത രൂപത്തിലുള്ള അദൃശ്യമായ കഴിവ് ആ ഒരു സമയത്ത് നൽകും. പക്ഷേ എപ്പോൾ നൽകും പ്രവാചകന് പോലും അറിയത്തില്ല. അതുപോലെ തന്നെ എപ്പോഴും വേണമെങ്കിൽ അതിനെ തിരിച്ചെടുക്കാനും കഴിയും. അള്ളാഹു കൊടുക്കുന്ന ആ വസ്തുക്കളിൽ മാത്രമേ കഴിവുകൾ ഉണ്ടാവുകയുള്ളൂ. അതല്ലാത്ത വിഷയത്തിൽ ഒരു കഴിവുമില്ല എന്നാണ് ഒരു മുഅ്തദിലായ ഒരു രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഥവാ ദൈവബന്ധി മസ്ലക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് തവസ്സുൽ, ഇസ്തിഗാസ തുടങ്ങുന്ന മുഴുവൻ പ്രശ്നങ്ങളും രൂപപ്പെടുന്നത്. ഈ മുഖ്താറെ കുല്ലാണോ, അഥവാ നമ്മൾ പ്രവാചകനോട് അല്ലെങ്കിൽ ഔലിയാക്കളോട് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ രൂപത്തിൽ അവർക്ക് ചെയ്തു തരാൻ കഴിയുമോ? അവർ പറയുന്നു പ്രവാചകൻ ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പ്രവാചകൻ്റെ അതേപോലെ തന്നെ പിൻപറ്റിയിട്ട് ഔലിയാക്കൾക്കും ഇതേ കഴിവ് നൽകിയിട്ടുണ്ട്. അവർക്കും ഇതേപോലെ തന്നെ കഴിവുകൾ ഉണ്ടാവും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. അങ്ങനെയുള്ള നിയന്ത്രിക്കാൻ കഴിവുള്ള വ്യക്തിയോട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ പറയപ്പെടുന്ന പ്രവാചകനോടും ചോദിക്കാം, ഇതേപോലെ തന്നെ ഔലിയാക്കളോടും ചോദിക്കാം എന്നാണ് അവർ പറയുന്നത്. ചുരുക്കത്തിൽ ഈ 4 വിഷയങ്ങളിലാണ് അഹ്ലുസുന്നത്തി നമ്മളുടെ ദൈവബന്ധി മസ്ലക്കുമായിട്ട് ഈ 4 വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. ആ ഒരു പോയിന്റിൽ നിന്ന്, അതായത് അതിന് മെയിൻ പോയിന്റ് ആയിട്ടുള്ളത് ഹുബ്ബെ റസൂലിൽ ഈ ബറൈലികളും അതുപോലെ തന്നെ നമ്മളുടെ സമകാലീ കാലഘട്ടത്തിലെ സുന്നികൾ അത് ഉലുവും മുബാലഗയും കാണിക്കുന്നു. എന്നാൽ ദൈവബന്ധ ദാറുലും അത് മിതത്വപരമായ രൂപത്തിൽ അതിൻ്റെ മധ്യമായ നിലയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ടുള്ളത് നമ്മൾ ഈ 4 കാര്യങ്ങളിലും കൃത്യമായ ഒരേ നിലപാട് സ്വീകരിക്കുന്ന ബറൈലികളുമായിട്ട് നമ്മൾ എവിടെയാണ് അവരിൽ നിന്ന് തെറ്റുകയും നമ്മൾ മുഅ്തദിലാകുകയും അവർ തെറ്റിപ്പോകുകയും ചെയ്യുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ഇനി നമുക്ക് ഓരോ വിഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് അതിന് ശേഷം മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു ആദ്യം ചതുർ പ്രമാണങ്ങളാണുള്ളത്, അഥവാ ഖുർആന്, ഹദീസ്, ഖുർആന്, സുന്നത്ത്, അതേപോലെ തന്നെ ഇജ്മാ, ഇതേപോലെ തന്നെ ഖിയാസ് എന്നുള്ളതാണ്. ഇനി ഓരോ കാര്യങ്ങളായിട്ട് എടുക്കാം. അതിലാദ്യമായിട്ടുള്ളത് ഖുർആൻ.
ലോകത്തുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും അത് ഖുർആനിനെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് അത് ശരി തന്നെയാണ്. അവർ ഖുർആനിനെ അംഗീകരിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്, ഖുർആനിനെ അവരെല്ലാവരും സ്വീകരിക്കുന്നു. പക്ഷേ ഈ ഖുർആനിൻ്റെ വിഷയത്തിൽ അതിൽ ഖുർആൻ മാത്രമാണോ തെളിവായിട്ടുള്ളത്? ഇതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇവിടെ തന്നെ ആദ്യമായി അതിൽ നമുക്ക് വ്യത്യാസം വരുന്നു. അഹ്ലുൽ ഖുർആൻ എന്നൊരു വിഭാഗമുണ്ട്. അവർ പറയുന്നു ശരീഅത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും അത് ഖുർആനിക സൂക്തങ്ങൾ മാത്രമേ തശ്രീഇയായ ഹുക്കുമുകളുള്ളൂ, മറ്റേതെല്ലാം മനുഷ്യനിർമ്മിതമാണ്, പ്രവാചകൻ്റെ മൽഫൂലാത്തുകളാണ്, അതിനെ സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം. അഥവാ അത് പൂർണ്ണമായിട്ടും അതിനെ നിഷേധിക്കുന്നില്ല അഹ്ലുൽ ഖുർആൻ. ഈ അഹ്ലുൽ ഖുർആൻ അത് രൂപപ്പെടുന്നത് ഈ 19 ആ കാലഘട്ടങ്ങളിലാണ്, അതായത് അതിൻ്റെ നൂറ്റാണ്ടുകളിലാണ് അതിൻ്റെ തുടക്കം. അതിൽ പാകിസ്ഥാനിലും അതുപോലെ ബംഗ്ലാദേശ് അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഒരു ഭാഗങ്ങളിലാണ് അതിനെ ആദ്യമായി അതിൻ്റെ തുടക്കം കുറിച്ചുള്ളൂ. അവർ പറയുന്നു വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ മാത്രമേ തെളിവുകളുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ ഒരു നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി വന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. പ്രവാചകൻ്റെ വാക്കുകൾ നമുക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റൂല. അഹ്ലുസ് സുന്നത്തി വൽ ജമാ അഥവാ ദൈവബന്ധി മസലവർ ഖുർആനും അതേപോലെ ബാക്കിയുള്ള മൂന്നും നമ്മൾക്ക് ഒരേപോലെ തന്നെ നമുക്കതിന് തെളിവായിട്ട് സ്വീകരിക്കണം എന്നാണ് പറയും. അപ്പോൾ ഇവരെ വികലമായ ഈ ഖുർആൻ മാത്രമേ പറ്റുകയുള്ളൂ, അമലുകളായിട്ട് പറ്റുകയുള്ളൂ, മറ്റേതെല്ലാം അതിൻ്റെ മൽഫൂലാത്തുകളെ പോലെ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം എന്ന ഒരു വാദഗതി. ആ വികലമായ വാദഗതിയുടെ പേരിൽ രൂപപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമതായിട്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം അത് കുറച്ച് കാണിക്കുകയാണ്. അഥവാ പ്രവാചകൻ വെറും ഒരു കത്ത് കൊണ്ടുവരുന്ന വ്യക്തിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ, മറിച്ച് ആ ഖുർആനിൽ പറയുന്നത് മാത്രമേ തശ്രീഇയായ ഹുക്കുമുകളായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. അത് പ്രവാചകൻ ഒരു സാധാ മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് പ്രവാചകൻ്റെ സ്ഥാനത്തെ അവർ ഏറ്റവും കൂടുതൽ താഴെയാക്കി തള്ളുന്നു. രണ്ടാമതായിട്ടുള്ളത് ഇജ്മാഇനെ അവർ പ്രവാചകനെ തള്ളുന്നു. പ്രവാചകൻ്റെ മുഴുവൻ സുന്നത്തുകളെയും ഹദീസുകളെയും സുന്നത്തുകളെയും അവർ തള്ളിക്കളയുന്നു. ഇതേപോലെ തന്നെ അവർ പറയുന്നു അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം. കാരണം നാം പറയുന്നു വിശുദ്ധ ഖുർആനിനെ നാം വ്യാഖ്യാനിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു രീതി ശൈലിയിലാണ്. ഇതേപോലെ പ്രവാചകനിൽ നിന്ന് കരസ്ഥമാക്കിയ സഹാബാക്കളാണ്, ആ സഹാബാക്കളുടെ ഇജ്മാ, ആ സഹാബാക്കൾ തബൂതാബിങ്ങൾ എങ്ങനെയാണോ വിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകളെ വിശദീകരിച്ചത്, ആ ഒരു റൂട്ടിൽ മാത്രമേ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് തഫ്സീർ ബിർറഈ സ്വന്തം അഭിപ്രായ പ്രകാരം നമുക്ക് വിശദീകരിക്കാൻ പറ്റുകയില്ല എന്നാണ്. പക്ഷേ ഈ അഹ്ലുൽ ഖുർആൻ്റെ ആൾക്കാർ പറയുന്നു അല്ല, വിശുദ്ധ ഖുർആനിനെ അവനൊരു അവ്യക്തമായ രൂപത്തിലാണ്, അല്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മനുഷ്യബുദ്ധി അതിന് ഉയർന്ന ബുദ്ധിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഖുർആനിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് എന്ന രൂപത്തിൽ അവർ അതിനെ പറയാണ്. അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ വികലമായ മറ്റൊരു വശമാണെന്ന് പ്രവാചകൻ്റെ സ്ഥാനത്ത് ഇടിച്ചു താഴ്ത്തുന്നു. രണ്ടാമത് അതേപോലെ തന്നെ തഫ്സീറു ബിർറഈ, നിങ്ങൾക്ക് മനുഷ്യനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തഫ്സീർ ചെയ്യാമെന്ന് പറയുന്നു. ഈ രീതിയിൽ വളരെ തെറ്റായ ഒരു രൂപമാണ് അവർ. യഥാർത്ഥത്തിൽ ഇവർ ഖുർആൻ പിൻപറ്റുന്നവരാണെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഖുർആനിനെ തന്നെയാണ് അവർ എതിർക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. വിശുദ്ധ ഖുർആൻ ദിക്റാണ്, അത് നിങ്ങൾക്ക് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. പ്രവാചകൻ ആ വിശുദ്ധ ഖുർആൻ ദിക്റിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ നമസ്കരിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ, സകാത്ത് കൊടുക്കാനും നോമ്പെടുക്കാനും ഹജ്ജ് ചെയ്യാനും മാത്രമേ ഉള്ളൂ, അതിൻ്റെ പൂർണ്ണമായ വശങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവർ വികലമായ ആ ആശയത്തിൻ്റെ അതിൻ്റെ മറ്റൊരു വശമാണ് അവർക്ക് അങ്ങനെയാണെങ്കിൽ ശരീഅത്തിൻ്റെ മുഴുവൻ പ്രധാനപ്പെട്ട കർമ്മങ്ങളുടെ വിഷയത്തിൽ, പഞ്ചസ്തംഭങ്ങളുടെ വിഷയത്തിൽ അവ്യക്തത നിലനിൽക്കും. ഒരിക്കലും വിശുദ്ധ ഖുർആൻ നോക്കിക്കൊണ്ട് നമുക്ക് ഖുർആനിനെ നമ്മൾ നമസ്കാരത്തെയോ അതിൻ്റെ സമയത്തെയോ അതിൻ്റെ ഫർളുകളെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ സക്കാത്തിനെക്കുറിച്ചോ ഹജ്ജിനെക്കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ നിങ്ങളുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം അത് നമ്മളുടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് തീർത്തും എതിരാണ് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായി നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ അതിനെ എതിരാക്കുന്ന അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാത്ത അതൊന്നാമത്തെ ഒരു വിഭാഗമാണ് അഹ്ലുൽ ഖുർആൻ എന്നുള്ളത്. അത് തീർത്തും അത് തെറ്റാണ്. ദൈവബന്ധി മസ്ലക്കും അതുപോലെ തന്നെ അംഗീകൃതമായ മറ്റു പ്രസ്ഥാനക്കാർ പറഞ്ഞു വിശുദ്ധ ഖുർആനിനോടൊപ്പം ശേഷം പറയുന്ന സുന്നത്തും അതേപോലെ തന്നെ ഇജ്മാഉം ഇതേപോലെ തന്നെ അതിൻ്റെ ഖിയാസും. ഇവർ ഹദീസിനെ നിഷേധിക്കുന്നു, സുന്നത്തിനെ നിഷേധിക്കുന്നു, ഇജ്മാഇനെ നിഷേധിക്കുന്നു, പിന്നെ സ്വാഭാവികമായിട്ടും അവർ ഖിയാസിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ പറയുന്നു വിശുദ്ധ ഖുർആനിനോടൊപ്പം തന്നെ ഹദീസിനെയും സ്വീകരിക്കണം. പ്രത്യേകം മനസ്സിലാക്കണം, അവർ പറയുന്നു
ഹദീസിനെ സ്വീകരിക്കണം. ഹദീസല്ലാത്ത മറ്റൊരു കാര്യം, അത് ഹദീസിൽ തന്നെ അവർ പറയുന്നു, സഹീഹായ ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഹസനും അതിൻ്റെ താഴെയുള്ള ഒരു ഹദീസുകളും സ്വീകരിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇജ്മാഇനെ സ്വീകരിക്കാൻ പറ്റത്തില്ല, ഖിയാസിനെയും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വിഭാഗത്തെയാണ് അഹ്ലുൽ ഹദീസ് എന്ന പേരിൽ പറയപ്പെടുന്നത്. നമുക്കവരോട് എന്നാൽ ദൈവബന്ദി മസ്ലക്കിൻ്റെ മധ്യനിലപാട്, അത് വിശുദ്ധ ഖുർആൻ, അത് ഒന്നാമത്തെ തെളിവാണ്. അതിൻ്റെ രണ്ടാമത്തെ പ്രാവർത്തികമായ രൂപമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത്. ഹദീസല്ല, സുന്നത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്ക് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നാണ്. ഒരിക്കലും അഹ്ലുൽ ഹദീസ് എന്ന് നമ്മൾ പറയുന്നില്ല. പ്രവാചകൻ്റെ ഒരു ഹദീസിൽ പോലും ഈ ഇല്യാസ് ഗുമ്മൻ മൗലാന റഹ്മത്തുള്ളാഹി ഹഫിളഹുല്ലാ പറയുന്നുണ്ട്, ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളോട്, ഏതെങ്കിലും ഒരു ഹദീസിൽ എൻ്റെ ഹദീസിനെ നിങ്ങൾ അനുധാവനം ചെയ്യൂ, പിൻപറ്റൂ എന്ന് എവിടെയും പറയുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കത്തില്ല. അലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ചോദിക്കും, എന്താണ് ഹദീസും അതുപോലെ തന്നെ സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏകദേശം ഒരുപോലെയല്ലേ? നമ്മൾ പറയുന്നു അല്ല, ചെറിയ രൂപത്തിലൊരു വ്യത്യാസം, അതിൽ ഒരേപോലെയാണെങ്കിലും മറ്റൊരു രൂപത്തിൽ അതൊരു വ്യത്യാസം നമുക്ക് കാണാം. ഇവിടെ 3 രൂപത്തിലാണ് അത് വരിക. ഒന്നാമത്തത്, ചില ഹദീസുകൾ അത് ഹദീസുമാണ്, അത് സുന്നത്തുമാണ്. ഉദാഹരണത്തിന് മഅമൂൽ ബിഹി ആയിട്ടുള്ള ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കാം, ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, അത് നമുക്ക് സാധാരണ അറിയുന്നതാണ്. അഫ്ആലുകൾ, തക്രീറാത്തുകൾ, ദാത്തിയായിട്ടുള്ള അഹ്വാലുകൾ, ഇതൊക്കെയാണ് ഹദീസ് എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ തരീഖത്തുൽ മസ്ലൂക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം സഹാബാക്കൾ അനുധാവനം ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ ഇജ്മാ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർ പ്രവർത്തിച്ച ആ ഒരു തരീഖയെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഹദീസുകൾ അതും അതുപോലെ തന്നെ സുന്നത്തും തമ്മിൽ ഒരുമിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അഥവാ ചില അധിക ഹദീസുകളും അത് സുന്നത്തുമാണ്, അതുപോലെ ഹദീസുമാണ്. ഉദാഹരണത്തിന് മഅമൂൽ ബിയായ ഉളൂവിൻ്റെ ഫർളുകളും അതൊക്കെ പറയുന്നത് അത് ഹദീസുമാണ്, അതുപോലെ തന്നെ അത് സുന്നത്തുമാണ്. അഥവാ പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ പ്രവർത്തിക്കുകയും സഹാബാക്കളുടെ ഇജ്മാഅോടുകൂടി അത് തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്ത അങ്ങനെയുള്ളതായ അതിനെയാണ് സുന്നത്ത്. അപ്പോൾ അത് സുന്നത്തും കൂടിയാണ്. എന്നാൽ ചില കാര്യങ്ങളുണ്ട്, ഉദാഹരണത്തിന് അത് ഹദീസ് മാത്രമാണ്, അത് സുന്നത്തല്ല. അതേതാണ് ആ ഹദീസ്? ചില കാര്യം ഉദാഹരണത്തിന് നമുക്ക് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നതിന് ശേഷം 16-17 മാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്കാണ് നിന്ന് നമസ്കരിച്ചത്. പിന്നെ അതിനുശേഷം ഫവല്ലി വജഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നിങ്ങൾ കഅബയിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള മൻസൂഖായ ഹദീസുകൾ അതൊന്നും ഒരിക്കലും അത് സുന്നത്താവുകയില്ല, മറിച്ച് അത് ഹദീസ് മാത്രമാണ്. ഇതേപോലെ തന്നെ ഇവർ പറയുന്നു സഹിയായ ഹദീസ് മാത്രമേ തെളിവായി എടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ അൽ വുളൂഹു മിമ്മാ മസ്സത്തിന്നാർ, വളരെ സഹിഹായ ഏറ്റവും നല്ല ഒരു രൂപത്തിൽ സ്ഥിരപ്പെട്ടതാണ് അൽ വുളൂഹു മിമ്മാ മസ്സത്തിന്നാർ എന്നുള്ളത്. പക്ഷേ അത് ആദ്യ കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് ആ ഹദീസ് അഥവാ തീ കൊണ്ട് സ്പർശിച്ച് പാചകം ചെയ്ത വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ വുളൂ എടുക്കണമെന്നത് തുടങ്ങുന്ന ധാരാളം ഹദീസുകളുണ്ട്. ഇതെല്ലാം തന്നെ അതൊക്കെ മൻസൂഖായി പോയതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഏതൊക്കെ ഹദീസുകൾ മൻസൂഖായി പോയിട്ടുണ്ടോ അതെല്ലാം ഹദീസുകൾ മാത്രമാണ്, അതൊന്നും സുന്നത്തില്ല. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സഹാബാക്കൾ അതിനെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് അത് സുന്നത്ത്, അത് നമുക്ക് അനുധാവനം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതേപോലെ പ്രവാചകൻ്റെ ദാത്തിയായ വിശേഷണങ്ങൾ അത് വെറും ഹദീസും, ഉദാഹരണം നബിയുടെ പല്ലെങ്ങനെയായിരുന്നു, നബിയുടെ അതുപോലെ തന്നെ ഒരു ശരീരത്തിൻ്റെ കഴുത്തും അതുപോലെ ശരീരഘടന എങ്ങനെയായിരുന്നു, ഇതൊരിക്കലും മനുഷ്യനെ അത് സ്വയത്തമാക്കി എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇത് ഹദീസുകൾ മാത്രമാണ്, അതിന് സുന്നത്തല്ല. മനുഷ്യന് സഹാബാക്കൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ പ്രവാചകന് മാത്രം ഖാസായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, 4-ൽ കൂടുതൽ കല്യാണം കഴിക്കുക, അങ്ങനെയുള്ള ഹദീസുകൾ അതൊക്കെ ഹദീസ് മാത്രമാണ്, അതൊരു സുന്നത്തല്ല. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബയാനെ ജവാസിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് മൂത്രമൊഴിച്ചതായ കാര്യങ്ങൾ, മുഫ്തി സഈദ് അഹ്മദ് പാലമൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദാഹരണം എടുത്തുകൊണ്ട് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അത്യാവശ്യ സമയത്ത് അങ്ങനെ ചെയ്തു. പക്ഷെ ഒരു സഹാബിയും ഇതേപോലത്തെ അതിന് ശേഷം അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ഒരു സഹാബിയും അങ്ങനെ ചെയ്തതായിട്ട് വരുന്നില്ല. ഇങ്ങനെയുള്ളതായ ഹദീസുകൾ, മൻസൂഖായ ഹദീസുകൾ, അതേപോലെ തന്നെ ബയാനെ ജവാസിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളത് ഹദീസ് മാത്രം
മാത്രമാണ്, സുന്നത്തല്ല. അതുകൊണ്ട് ഈ ഹദീസ് വാദികളായിട്ടുള്ളവർ ഹദീസിനെ സ്വീകരിക്കണം, അത് സഹിയായ ഹദീസിനെ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അവർ ഇതുപോലുള്ള ഹദീസുകൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടത്തില്ല എന്നുള്ളതാണ് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് അഹ്ലുസ് സുന്നയാണെങ്കിൽ അത് സുന്നത്തിന്, ഹദീസിനെ അല്ല മറിച്ച് സുന്നത്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതൊരു മിതത്വപരമായ ഒരു കാര്യമാണ് എന്ന് സഈദ് അഹ്മദ് പാലമ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹി എന്താക്കാണ് പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം വരെ അതിനെപ്പോഴും ആ ഹദീസുകൾ നസ്ഖ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രവാചകന് ശേഷം സഹാബാക്കൾ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നസ്ഖിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് തെളിവായിട്ട് വരുന്നതാണ് എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് അവരെന്താക്കുന്നു പറയുന്നു. ചുരുക്കത്തിൽ രണ്ടാമതായിട്ടുള്ളത് സുന്നത്ത്. ആ സുന്നത്ത് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതാണ് സുന്നത്താണ് തെളിവായിട്ടുള്ളത്, പ്രമാണമായിട്ടുള്ളത്, ഹദീസല്ല. ഈ പറയുന്ന ഹദീസിൻ്റെ ആൾക്കാർ സഹിയായ ഹദീസ് മാത്രമേ സ്വീകരിക്കൂ. അതിൻ്റെ പേരിൽ തന്നെയാണ് അവർ ഇജ്മാഇനെയോ മറ്റുള്ളതായ ഹസൻ, അതുപോലെ തന്നെ ഹസൻ ലിഗൈരിഹി, ലഈഫ്, ഈ ഒരു വിഷയത്തിൽ അവർ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് മഹാനായ ലുധിയാനബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നാമും ഈ അവരും തമ്മിലുള്ള ഒരു വ്യത്യാസമായി പറയുന്നത് കൊണ്ട് തന്നെ ഈ തറാവീഹ് നമസ്കാരം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹുവിന് ഇജ്മാ, അതുകൊണ്ട് അത് സ്ഥിരപ്പെട്ടതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആ സഹാബാക്കളുടെ മധ്യത്തിൽ അത് നമസ്കരിച്ച് 20 റക്അത്ത് നമസ്കരിച്ചതായി കാണിച്ചു കൊടുത്തു. അത് സുന്നത്തെ മുസ്തമിറയായി അത് തുടർന്ന് വരുന്നതാണ്. അപ്പോൾ അതാണ് ശരിയായ ഒരു രീതി. എന്നാൽ ഈ പറയുന്നതായ രൂപത്തിൽ അവർ സഹിയായ ഹദീസിനെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലും അല്ലാത്ത സമയത്തും ആ രൂപത്തിൽ പ്രവാചകൻ 11 റക്അത്ത് നമസ്കാരമേ നമസ്കരിച്ചിട്ടുള്ളൂ. അതിൽ 8 വിത്റും തറാവിഹും ബാക്കി വിത്റുമാണ് 3 വിത്റുമാണ് എന്നാണ് എന്താക്കുന്നത് പറയും. രണ്ടാമതായിട്ട് ഉദാഹരണമായിട്ട് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സദസ്സിൽ വെച്ച് അത് 3 തലാക്ക് ഒരുമിച്ച് പറയുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നായിട്ട് അതിനെ എണ്ണിയിട്ടുണ്ട്. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഈ വിഷയത്തിൽ സൂക്ഷ്മതക്കുറവിൻ്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഇനി നിങ്ങൾ ഒരേ സദസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ ആരെങ്കിലും 3 തലാക്ക് ഒരുമിച്ച് പറയുകയാണെങ്കിൽ ആ 3 തലാക്കും സംഭവിക്കും എന്ന് പറയുന്നു. എന്നാൽ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ അത് 3 തലാക്ക് തന്നെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഈ ഇവിടുത്തെ സുന്നത്തിൻ്റെ ഹദീസിൻ്റെ ആൾക്കാർ അവർ പറയുന്നു ഇല്ല, കാരണം പ്രവാചകൻ്റെ ഹദീസിൽ അത് ഒന്നായിട്ടാണ് പരിഗണിക്കപ്പെട്ടുള്ളത്. നമ്മൾ പറയുന്നു അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇജ്മാ അത് രൂപപ്പെട്ടിട്ടുണ്ട്, അത് 3ആയിട്ട് തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത്. ചുരുക്കത്തിൽ നമുക്ക് ഈ ഹദീസും ഇതേപോലെ തന്നെ സുന്നത്തും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ നമുക്ക് പറയാം. ഹദീസുകൾ നമുക്ക് വേണമെങ്കിൽ ലഈഫ് എന്ന രൂപത്തിൽ സഹീഹ് ലഈഫ് എന്ന് കേൾക്കാം. ഒരിക്കലും സുന്നത്തിനെ കുറിച്ച് അങ്ങനെ കേൾക്കാൻ പറ്റൂല. ഹദീസിനെ കുറിച്ച് നാസിഖ് മൻസൂഖ് എന്ന് കേൾക്കാൻ പറ്റും, സുന്നത്തിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ കേൾക്കാൻ പറ്റൂല. ഹദീസിന് ഒരു വിഷയത്തിൽ 2 ഹദീസുകളുണ്ടെന്ന് കേൾക്കാൻ പറ്റും, പക്ഷെ സുന്നത്തിനെ കുറിച്ച് അതൊന്നു മാത്രമേ ഉള്ളൂ. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ദൈവബന്ദി മസ്ലക്ക് തങ്ങളുടെ ജീവിത രണ്ടാമത്തെ തെളിവായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രസ്ഥാനം എപ്പോഴാണ് രൂപപ്പെട്ടിട്ടുള്ളത്? അത് പറയപ്പെടുന്നു അതിൻ്റെ ഏറ്റവും തുടക്കം ഈ പറയപ്പെടുന്ന അഹ്ലുൽ ഹദീസ് എന്നുള്ള ഒരു വിഭാഗം, അത് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പിന്മുറക്കാരിൽപ്പെട്ട ഷാ ഇസ്ഹാഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇസ്മായിൽ ഷഹീദ് അഹമ്മദ് റഹ്മത്തുള്ളാഹി, ഇദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ 2 ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് 2 പ്രബോധന മുഖങ്ങളാണ്. ഒന്ന് ജിഹാദിപരമായി ബ്രിട്ടീഷുകാരോടുള്ള ജിഹാദ് നടത്തുക, രണ്ടാമത്തത് നാടുകളിലുള്ള ബിദഅത്ത് ശിർക്കിനെതിരെ പോരാടുക എന്നുള്ളതാണ്. ഇവർ ധാരാളം ബിദഅത്തുകളെക്കുറിച്ച് അവർ ശക്തമായ രൂപത്തിൽ അതിനെതിരായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ബാലാക്കോട്ടിൽ വെച്ച യുദ്ധത്തിൽ അവർ ഷഹീദാക്കപ്പെട്ടതിന് ശേഷം പിന്നെ അത് അങ്ങനെ അസ്തമിച്ചു. അതിനുശേഷം പിന്നീട് ഇസ്ഹാഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലേക്ക് പോയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പറയപ്പെടുന്ന മൗലവി അബ്ദുൽ ഹക്ക് ബനാറസിയാണ് ഏറ്റവും ആദ്യമായി ഈ പറയപ്പെടുന്ന അഹ്ലുൽ ഹദീസ് എന്ന വിഭാഗത്തിന് തുടക്കം കുറിച്ചത്. അവർ ശക്തമായ രൂപത്തിൽ ദൈവബന്ദി മസലക്കിനെതിരായി അഥവാ ഹനഫി മദ്ഹബിനെതിരായി കൊണ്ട് അവർ ശക്തമായി പറയുന്നുണ്ട്. കാരണം ഹനഫി മദ്ഹബ് ഹദീസുകളിൽ നിന്ന് സഹിയായ ഹദീസുകളിൽ പിൻബലമില്ല, അത് വെറും ലഈഫായ ഹദീസുകളെയും ഖിയാസിനെയും മാത്രമാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ ശക്തമായ രൂപത്തിൽ അവർ ഡൽഹി ഭാഗങ്ങളിൽ കൃത്യമായ രൂപത്തിൽ അവർ പ്രസ്ഥാനം അത് ശക്തമായ രൂപത്തിൽ അത് വിമർശിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെയാണ് അതിനെതിരായിട്ട്
ഡൽഹിയിലും. അതേപോലെ ആ സമയത്താണ് ഖാസിം നാനൂതവി റഹ്മത്തുള്ളാഹി അലൈഹി, റഷീദ് അഹമ്മദ് ഗംഗോയി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു കാലഘട്ടത്തിൽ, അത് കുറച്ച് ശേഷമാണ് അവർ കടന്നു വരുന്നത്. അതുകൊണ്ട് അവർ തങ്ങളുടെ പ്രബോധന, ഇവരുടെ ഈ വിമർശനത്തിൻ്റെ പേരിൽ തന്നെ ആ കാലഘട്ടത്തിൽ സാധാരണ ഹദീസ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ തർജുമ പറയും, 4 മദ്ഹബുകൾ ഒരു ചെറിയ രൂപത്തിൽ വിശദീകരിക്കും. ഇത്ര മാത്രം ഒരു മദ്ഹബിനെയും, കാരണം ഷാ വലിയുള്ളാഹി ദഹ്ലവി ഏതെങ്കിലും ഒരു മദ്ഹബിനെ കൂടുതൽ തർജീഹ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ രീതിയല്ല. അതുകൊണ്ട് തന്നെ ഒരു 4 മദ്ഹബിനെ ചർച്ച ചെയ്യും. അതുകൊണ്ട് പിന്നെ അടുത്ത ഹദീസിലേക്ക് കടക്കും. ഈ ഹനഫി മദ്ഹബിനെ ഇത് ചെയ്യുന്ന രീതിയില്ലായിരുന്നു. പക്ഷേ ഈ പറയപ്പെടുന്ന അഹ്ലുൽ ഹദീസുകാർ അത് ശക്തമായ വിമർശനം ഹനഫി മദ്ഹബിൻ്റെ മേൽ ഉയർത്താൻ തുടങ്ങിയപ്പോഴാണ് അഷ്റഫി ഖാസിം നാനൂതവി റഹ്മത്തുള്ളാഹി അലൈഹി, റഷീദ് അഹമ്മദ് ഗംഗോയി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ശൈലി, ഹദീസിൻ്റെ പുതിയ ശൈലി കൊണ്ടുവന്നത്. അവർ ഓരോ ഹദീസിലും 4 മദ്ഹബുകളെ പറയുമെങ്കിലും അതിനുശേഷം ഹനഫി മദ്ഹബിനെ വളരെ ഹഖീഖിയായ രൂപത്തിൽ അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മുഴുവൻ തെളിവുകളെയും ഉന്നയിച്ച് മറ്റെല്ലാ മദ്ഹബിൻ്റെ മുമ്പിൽ അതിനെ റാജിഹാക്കുന്നു. അത് ആ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ അവർ തുടങ്ങി വെച്ച പുതിയ ശൈലിയാണ്. അത് ഇന്ന് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള മുഴുവൻ ഹദീസ് വിജ്ഞാന ദൗറ ഹദീസുകളിലും ആ ഒരു രീതിയാണ് അവർ ഇന്നും പുലർത്തിക്കൊണ്ടു പോകുന്നത്. പിന്നീട് വന്ന ഈ അഹ്ലുൽ ഹദീസുകാർ അവർക്ക് കൃത്യമായ ഒരു രീതി ശൈലികളില്ലാത്തതിൻ്റെ പേരിൽ അതിന് വ്യത്യസ്തമായ രൂപത്തിലാണ്. ചില ആൾക്കാർ, സൗദിയിലുള്ള ആൾക്കാർ, അവർ ഹദീസിൽ മദ്ഹബ്, ഹംബലി മദ്ഹബിനെ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ സലഫി, അതായത് വിശ്വാസപരമായ രൂപത്തിൽ മുൻഗാമികളുടേതാണെന്ന് പറയുന്ന കൈഫും മാനയും അല്ലെങ്കിൽ അർത്ഥം പറഞ്ഞ് കൈഫ് മാത്രം രൂപപ്പെടുന്ന അള്ളാഹുവിലേക്ക് തഫ്വീദ് ചെയ്യുന്ന ആ ഒരു രീതി, അത് യഥാർത്ഥത്തിൽ അത് വിശ്വാസപരമായ കാര്യങ്ങളിലാണ്. പിന്നീട് അവർ സലഫി, അവരുടെ കർമ്മപരമായ കാര്യങ്ങൾ അവർ പേരായിട്ട് ചേർത്തതാണ്. ചുരുക്കത്തിൽ സൗദി സലഫികൾ അതിനാദ്യ കാലഘട്ടങ്ങളിൽ അത് അവർ കർമ്മപരമായ കാര്യങ്ങളിൽ ഹംബലി മദ്ഹബിനെ പിൻപറ്റുന്നവരാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രമാണ് സലഫുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഉത്തരേന്ത്യ ഭാഗങ്ങളിൽ ചില ആൾക്കാർ പൂർണ്ണമായും മദ്ഹബിനെ തന്നെ, തഖ്ലീദിനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. ചുരുക്കത്തിൽ ഈ അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്ന വിഭാഗം, അത് ദൈവബന്ദ് ദാറുൽ ഉലൂമിൻ്റെ വിശ്വാസധാര, അവർ അതിൽ ഉലൂ കാണിക്കുന്നു. അവർ പറയുന്നു ഖുർആനുണ്ട്, ഹദീസും ഉണ്ട്, എന്നാൽ സഹിയായ ഹദീസ് മാത്രമേ ഒരു വിഷയത്തിൽ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതിന് തൊട്ട് ശേഷമുള്ള ഇജ്മാ അതിനെ അവർ നിഷേധിക്കുന്നു. അതേപോലെ ഖിയാസിനെയും അവർ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നു. എന്നാൽ ദൈവബന്ദ് ദാറുൽ ഉലൂം ഖുർആനിനോടൊപ്പം, ഹദീസിനോടൊപ്പം, സുന്നത്തിനോടൊപ്പം ഇജ്മാഇനെയും ഖിയാസിനെയും അതിന് പൂർണ്ണമായും അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ഇവരുടെ ആ ഒരു എതിരായി ധാരാളം ഗ്രന്ഥങ്ങൾ, അഹ്ലുൽ ഹദീസിൻ്റെ എതിരായി ധാരാളം ഗ്രന്ഥങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ ബുക്കുകളിൽ അതിന് കൃത്യമായി അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ള ഇജ്മാഇനെ നിഷേധിച്ചവരുടെ കൂട്ടത്തിൽ തന്നെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഹദീസിനെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമ്മളും അതേപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അവരും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചും നമ്മളുടെ ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അഥവാ അവർ യഥാർത്ഥത്തിൽ ഖുർആനിനെയും ഹദീസിനെയും പേരിൽ സഹിയായ ഹദീസിനെ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മൗദൂദി സാഹിബി അദ്ദേഹത്തിൻ്റെ റിസാലയിൽ എഴുതുന്നു, വിശുദ്ധ ഖുർആനിന് ശേഷം ഹദീസ് അത് എല്ലാ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും മുഴുവൻ ഹദീസുകളും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അഹ്ലുൽ ഹദീസുകാർ പറയുന്നു ബുഖാരി മുസ്ലിമിൻ്റെ സഹീഹായ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു പടി കടന്നുകൊണ്ട് ഈ ജമാഅത്തെ മൗദൂദി അദ്ദേഹം തൻ്റെ റിസാലയിൽ അദ്ദേഹം എഴുതുന്നു, ഇല്ല, വിശുദ്ധ ഖുർആനിന് ശേഷം ഹദീസുകൾ, ആ ഹദീസുകളിൽ നിന്ന് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത് എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ മാത്രം സ്വീകരിക്കണമെന്നില്ല. സനദ് പരമ്പരയിൽ ഒരു ഹദീസ് സഹിയായി എന്നതിൻ്റെ പേരിൽ അതിനെ സ്വീകരിക്കണമെന്ന ആവശ്യം വരുന്നില്ല. മറിച്ച് അതിനെ കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ അംഗീകരിക്കേണ്ടതാണ്. ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അതിനെ തള്ളിക്കളയാം എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവബന്ദ് ദാറുൽ ഉലൂം മറ്റുള്ള ആൾക്കാർ പറയുന്നതല്ല, ഖുർആൻ വിശുദ്ധ പ്രവാചകൻ്റെ ഹദീസുകൾ അത് പൂർണ്ണമായും സ്വീകരിക്കേണ്ടതാണ്. അത് ബുദ്ധിക്ക് നിരക്കുന്നതാകട്ടെ നിരക്കാത്തതാകട്ടെ, ബുദ്ധിക്ക് നിരക്കുന്നില്ല, യോജിക്കുന്നില്ല, നമ്മളുടെ കുറഞ്ഞ ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാർ നമുക്ക് വിശദീകരിച്ച് തന്ന, ഇജ്മാഇൽ കൂടിയും ഖിയാസിൽ കൂടിയും വിശദീകരിച്ച് തന്ന ആ നഹ്ജിൽ കൂടി അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായി നമ്മൾ അതിൻ്റെ ആശയങ്ങൾ വൈരുദ്ധ്യമില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം
3 കള്ളങ്ങൾ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു എന്ന സഹിയായ ഹദീസുണ്ട്. അതിനെക്കുറിച്ച് മൗദൂദി സാഹിബ് പറയുന്നു. ഈ ഹദീസ് പറയുന്ന അതിന് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് ഇസ്രായേലി റിവായത്തുകളിൽ നിന്ന് കടമെടുത്ത് അത് കയറിക്കൂടിയതാണ്. അതിനെ ഒരിക്കലും ഇബ്രാഹിം അലൈഹിസ്സലാം കള്ളം പറയത്തേയില്ല. അതുപോലെ സമാനമായ ഹദീസുകൾ മൂസ അലൈഹിസ്സലാം ജിബ്രീലിനെ അടിച്ചു എന്ന് പറയപ്പെടുന്ന അങ്ങനെയുള്ള ഹദീസുകൾ, ഇതൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഒരു പടി കയറിക്കൊണ്ട് അവർ പറയുന്നു, ഹദീസുകൾ മാത്രമല്ല, സഹിയായ ഹദീസുകളെ മാത്രമല്ല, മറിച്ച് ആ ഹദീസുകളിൽ നിന്നും ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിലും. അതുകൊണ്ട് തന്നെ ദൈവബന്ധി പണ്ഡിതന്മാർ നമ്മൾ വളരെ മനോഹരമായ രൂപത്തിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അവർ കൃത്യമായി അവർ പറയുന്നു ഈ ഒരു മൗദൂദിസം അത് ഖവാരിജീങ്ങളുടെയും അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളുടെയും ഷിയാക്കളുടെയും ഒരു വിഷലിപ്തമായ ഒരു സമ്മിശ്ര രൂപമാണ്. കാരണം എന്താണ്? അവർ ഈ പറയുന്ന ഖവാരിജീങ്ങളെ പോലെ അതിന് മുലൂക്കിയത്ത് അഥവാ രാജ്യഭരണമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ശരീഅത്തിൻ്റെ അടിസ്ഥാനപരമായ നമ്മൾ വജ്ഹുല്ല, അള്ളാഹുവിൻ്റെ വജ്ഹാണ് ശരീഅത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അവർ പറയും ദീനെ ഇലാഹി, ഭരണം സ്ഥാപിക്കുക, രാഷ്ട്രീയമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നു. അതേപോലെ തന്നെ അവർ പ്രവാചകൻ ഏതുപോലെ ഖവാരിജീങ്ങൾ സഹാബാക്കളെ കുറ്റം പറയുന്നു, ഇവരും സഹാബാക്കളെ കുറ്റം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. അവർ പറയുന്നു ഖുർആനും ഹദീസും അതുപോലെ അള്ളാഹുവും റസൂലും മാത്രമേ വിമർശനത്തിന് വിധേയരാക്കപ്പെടാത്തതുള്ളൂ. മുഴുവൻ സഹാബാക്കളും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിമർശിക്കാവുന്നതാണ്. തുടർന്ന് അവർ പറയുന്നു ഉസ്മാൻ റളിയല്ലാഹുവിനും ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിൽ ജാഹിലിയത്തിൻ്റെ അടയാളങ്ങൾ അദ്ദേഹത്തിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റുള്ള ധാരാളം സഹാബാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം തന്ത്രപരമായ രൂപത്തിൽ ശരീഅത്തിനെ അവർ മനസ്സിലാക്കിയവരാണ്. അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ തനതായ സ്വഭാവം, പ്രവാചകൻ്റെ സുന്നത്തിനെ കൃത്യമായി അല്ലെങ്കിൽ ആ ഒരു ഫിക്റിനെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ സഹാബാക്കൾക്ക് സാധിച്ചിട്ടില്ല. ഇന്നതുപോലുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഖവാരിജീങ്ങളെ പോലെ രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരാണ്, പ്രവാചകൻ്റെ സഹാബാക്കളെ കുറ്റം പറയുന്നവരാണ്. രണ്ടാമതായിട്ടുള്ളത് മുഅ്തസിലിയാക്കൾ. അവർ ബുദ്ധിക്കാണ് സ്ഥാനം കൊടുക്കുന്നത്. അവർ പറയുന്നു നഖലും വഹിയും വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ അക്കലും വഹിയും വന്നു കഴിഞ്ഞാൽ അക്കലിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്. നഖല് അതിൻ്റെ ശേഷമാണ് രൂപപ്പെടേണ്ടത്, അക്കലിനെ മുന്തിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന പറയപ്പെടുന്ന മുഅ്തസിലിയ വിഭാഗം. ഇതേപോലെ ഷിയാക്കളും ഇതേപോലെ തന്നെ അവർ പറയുന്നു അവർ പ്രവാചകൻ്റെ അനുയായികളെ കുറ്റം പറയുന്നവരാണ്. ഒരു ദാക്ഷിണ്യമില്ലാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹു കുറ്റം പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ മൗദൂദി എന്ന വിഭാഗക്കാർ ജമാഅത്ത് ഇസ്ലാമി അവർ ഇന്നും ഇതേ ആശയം പ്രചരിപ്പിക്കുന്നതാണ്. ഈ അടുത്തൊരു പ്രസംഗത്തിൽ തന്നെ കേട്ടതാണ്. നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ഒരു വിഷയം, ഖുർആൻ ഹദീസുകൾ അത് നമ്മുടെ ബുദ്ധിക്ക് ശരീഅത്തിൻ്റെ നിയമത്തോട് യോജിച്ച് വരുന്ന ഹദീസുകൾ മാത്രമേ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് അവർ ഇപ്പോഴും അത് പറയുന്നതാണ്. അതുകൊണ്ട് ഒരു രീതിയിൽ നിന്ന് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഥവാ ദൈവബന്ധി മസ്ലക്ക് കൃത്യമായി ഖുർആനിനെ, സുന്നത്തിനെ, ഇജ്മാഇനെ അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇജ്മാഇനെ അംഗീകരിക്കാത്തവരാരൊക്കെയാണ്? ഒന്ന് ഷിയാക്കൾ അത് ഇജ്മാഇനെ അംഗീകരിക്കുന്നില്ല. കാരണം ഇജ്മാഇനെ അംഗീകരിച്ചാൽ പ്രവാചകന് ശേഷം ഏറ്റവും ആദ്യമായി ഇജ്മാ രൂപപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലും ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലും. അതുകൊണ്ട് ഷിയാക്കൾ ഇജ്മാഇനെ നിഷേധിക്കുന്നു. ഇതേപോലെ തന്നെ ഈ അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്ന ആൾക്കാർ എന്തായാലും നിഷേധിക്കുന്നു. അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്ന ആൾക്കാരും ഖുർആനെ, ഹദീസിനെ, ഇജ്മാഇനെ അവർ നിഷേധിക്കുന്നു. കാരണം അവർ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മാത്രമേ ഉള്ളൂ, സഹാബാക്കൾ നമ്മളെപ്പോൾ സാധാരണ മനുഷ്യർ മാത്രമാണ്. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് തെളിവായിട്ട് നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആദ്യത്തെ ഖുർആൻ, അതിൽ നിന്ന് ഖുർആൻ മാത്രമെന്ന് പറയുമ്പോൾ അവർ അഹ്ലുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ടു. രണ്ടാമത്തെ സുന്നത്തിനെ അവർ ഹദീസിൻ്റെ അഹ്ലുൽ ഹദീസ് എന്ന് പറയപ്പെടുന്നു. മൂന്നാമത്തത് ഇജ്മാ ആണ്. ഇജ്മാഇനെ നിഷേധിക്കുന്നവരാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരെന്നാണെന്ന്. നാലാമത് ഖിയാസ് അതിൻ്റെ ശേഷം വരുന്നത്. ചുരുക്കത്തിൽ ഈ ദൈവബന്ധി ഇതാണ് പ്രധാനമായിട്ടും ഈ ഇന്ന് കാണുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പേരിൽ അറിയപ്പെടുന്ന, അത് സുന്നികളാകട്ടെ, ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ, സലഫികളാകട്ടെ, അതേപോലെ ഏതൊക്കെ ബറേലികളാകട്ടെ, ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ അവരെല്ലാവരും ഈ 4 ചതുർ പ്രമാണങ്ങളെ പൂർണ്ണമായി അനുസരിക്കാത്ത, അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളതിനെ തള്ളുകയും ചെയ്യുന്നു. എന്നാൽ ദൈവബന്ധി ദാറുൽ ദൈവബന്ധി അവർ ദൈവബന്ധി മസ്ലക്ക് അത് കൃത്യമായിട്ടും ഈ പറഞ്ഞ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ഖുർആനിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു, സുന്നത്തിനെ പൂർണ്ണമായി അതിനെ അംഗീകരിക്കുന്നു. അതിനെ അലൈക്കും ബിസുന്നതി വസുന്നത്തു ഖുലഫായി റാഷിദീൻ, അതുപോലെ തന്നെ ഇജ്മാഇനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നതുകൊണ്ട് സഹാബാക്കളുടെ ഇജ്മാ, അതിനുശേഷമുള്ള ആൾക്കാരുടെ
ഇജ്മാഇനെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഖിയാസിനെയും ഇതേപോലെ തന്നെ അതിൻ്റെ കീഴിലായിട്ട് അതിൻ്റെ ഉപവിഭാഗമായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ പറയപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ ദയൂബന്ദി പാരമ്പര്യത്തിലുള്ള ഷാ വലിയുള്ളാഹി പാരമ്പര്യത്തിലുള്ള ആ ദയൂബന്ദി മസ്ലക് അത് കൃത്യമായ മധ്യമമായ ഒരു വഴിയാണ്. അതിൻ്റെ 7 തത്വങ്ങളിൽ നമ്മളെ ഗ്രന്ഥത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ദീനീപരമായ അത് ഇൽമ് അത്യാവശ്യമാണ്. അവർ പറയുന്നത് 7 തത്വങ്ങൾ ഏതൊക്കെയാണ്? 7 തത്വങ്ങൾ ചുരുക്കി ഒറ്റ വാക്കിൽ കൂടി പറയാണ്. അതിൽ ഒന്നാമത്തത് ശരീഅത്തിൻ്റെ ഇൽമാണ്. ആ ശരീഅത്തിൻ്റെ ഇൽമ് പൂർണ്ണമായും സ്വയത്തമാക്കി എടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ സത്യവും അസത്യവും ഹലാലും ഹറാമും അനുവദനീയവും അനുവദനീയമല്ലാത്തതും ബിദ്അത്തും ശിർക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു നിബന്ധന, ആ ഇൽമ് അത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല. മഹാന്മാരുടെ സ്വഹബത്തിൽ കൂടി അവർ കാണിച്ചു തന്ന ആ ചിന്തയിൽ മുൻഗാമികളുടെ ചട്ടക്കൂട്ടിൽ അതിനെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇൽമ് മാത്രമാണ്. രണ്ടാമത് പറയുന്നു ഈ ഇൽമ് അതിൻ്റെ അത് ബാഹ്യ ഇൽമുകളാണ്. ഹൃദയത്തിൻ്റെ ഇൽമിന് വേണ്ടി അവർ തരീഖത്തിനെ അവർ രണ്ടാമതായി സ്വീകരിക്കുന്നു. തരീഖത്തിൽ പ്രവാചകൻ്റെ നിയോഗ ലക്ഷ്യം ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. ആ ഹൃദയ വിശുദ്ധിയോടുകൂടി ഈ ശരീഅത്തിൻ്റെ ഇൽമുകളെ പൂർണ്ണമായി സ്വീകരിക്കണം. മൂന്നാമതായി സുന്നത്തിൻ്റെ അനുധാവനമാണ് പറയുന്നത്. എന്നാൽ ചില ആൾക്കാർ അവർ സൂഫിയത്തിൻ്റെ ആൾക്കാർ അവർ ധാരാളം മോശമായ ബാഹ്യ പ്രകടനങ്ങളിൽ മാത്രമായി ഒതുങ്ങിക്കൊണ്ട് ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ കലർപ്പുകളോടുകൂടിയുള്ള കുറേ സൂഫികളുണ്ട്. അതിൽ നിന്ന് വ്യതിരക്തമായി കൊണ്ട് പറയുന്നു ഹദീസ് പൂർണ്ണമായും അനുധാവനം ചെയ്യുന്ന ഖുർആനും ഹദീസും കൊണ്ട് നിയമങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട സൂഫിയത്തിൻ്റെ ആ തരീഖത്തിൽ വഴിക്കൂടി സ്വീകരിക്കുകയും പ്രവാചകൻ്റെ ശരീഅത്തിനെ കൃത്യമായി അനുധാവനം ചെയ്യണം. നാലാമത്തെ കാര്യം അത് ഫിഖ്ഹിൻ്റെ കർമ്മപരമായ രൂപത്തിൽ ഹനഫി ഫിഖിനെ അതിനെ സാധൂകരിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അത് മാതുരീദിയും അതുപോലെ തന്നെ അശ്അരി മദ്ഹബിനോടൊപ്പം ഇതേപോലെ തന്നെ മുൻഗാമികളുടെ ആ മാനയും കൈഫും പൂർണ്ണമായി അള്ളാഹുവിൽ സമർപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ മാതുരീദി ആ അശ്അരി അതേപോലെ തന്നെ മുൻഗാമികളുടെ ആ ഒരു അഖീദത്തു തഹാവിയിൽ നമ്മൾ പഠിച്ച ആ ഒരു രീതിയെ അവർ സ്വീകരിക്കുന്നു. ഇതേപോലെ തന്നെ ഈ ഇസ്ലാമിനെതിരായിട്ടുള്ള ശക്തികളെ കുഫറിനെയും അതുപോലെ തന്നെ അഞ്ചാമതായിട്ടുള്ള കാര്യം കുഫറിനെയും ഇതേപോലെ തന്നെ ഷിർക്കിനെയും എതിരായി അതേപോലെ തന്നെ ഭൗതികവാദത്തിനും നിരീശ്വരവാദത്തിനും എതിരെ ശക്തമായ രൂപത്തിൽ നമ്മൾ അതിനെ ഏറ്റുമുട്ടേണ്ടതാണ്, അതിനെ പ്രതിരോധിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ അവസാനമായിട്ടുള്ളത് ഖാസിമി അതുപോലെ തന്നെ റഷീദി അഭിരുചിയിലായിരിക്കണം ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത്. അഥവാ ഉസൂലി വിഷയങ്ങളിൽ ആ ഖാസിം നാനോത്തവി ഷാ വലിയുള്ളാഹി ചിന്തയിൽ നിന്ന് രൂപപ്പെടുത്തി വന്നിട്ടുള്ളതായ ആ ഖാസിമി അഭിരുചിയിൽ റഷീദിയായ ഫുറൂഇയായ ആ രൂപത്തിൽ അതിൻ്റെതായ രീതിയിൽ അതിനെ മനസ്സിലാക്കണം. അങ്ങനെ 7 കാര്യങ്ങളാണ്. 7 കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നു. കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ. ഓരോ കതിരിലും 100 ധാന്യങ്ങളുള്ള 7 കതിരുകൾക്ക് സമാനമാണ് ദയൂബന്ദ് ദാറുൽ ഉലൂമിൻ്റെ 7 തത്വങ്ങൾ. ഈ 7 തത്വങ്ങളെ വേണമെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഈ ഹദീസ് ജിബ്രീൽ വന്നിട്ടുള്ളതായ അത് ഇസ്ലാം അതുപോലെ ഈമാൻ അതുപോലെ ഇഹ്സാൻ ഇതേപോലെ ഇൽഹാറുൽ ഹക്ക് ഇതിൻ്റെ ആ ഹദീസിൻ്റെ നിർവചനമാണ്, ആകെ തുകയാണ് ദയൂബന്ദ് ദാറുൽ ഉലൂമിൻ്റെ മസ്ലക്ക് എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. ചുരുക്കത്തിൽ മറ്റെല്ലാ മതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യതിരക്തമായി ഒരു ശരിയായ ഒരു മധ്യ നിലപാടുകളാണ് നമ്മളുടെ ദയൂബന്ദ് ദാറുൽ ഉലൂം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ലോകത്ത് ഏറ്റവും വലിയ സ്വാധീനം ഏവരും അതിനെ ഇരുകൈകൾ കൊണ്ട് സ്വീകരിക്കുകയും അതിൻ്റെ ശാഖകളായ ശാഖകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിക്കുകയും ചെയ്യുന്നത്. ആ ദയൂബന്ദ് ദാറുൽ ഉലൂമിനെ കൂടുതൽ പഠിക്കുകയും അതിനേറ്റവും നല്ല അനുയായികളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സമയം അധികമായി എടുത്തതിൽ ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും.